guys, welcome back to our channel. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് സീരീസിൻ്റെ പാർട്ട് 2 എപ്പിസോഡായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് വേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകളെ പറ്റിയും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ അതിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യണം അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടറാണോ അത് നോക്കുന്നുണ്ട്. പലർക്കുള്ള ഡൗട്ടാണ്, എൻ്റെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ, എൻ്റെ കമ്പ്യൂട്ടർ അതിന് പറ്റിയ ഹാർഡ്വെയർ അതിനകത്തുണ്ടോ, അതിന് പറ്റിയ സ്പെക്ക് അതിനകത്തുണ്ടോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മളിന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ സി റൺ ചെയ്യാനുള്ള ഒരു കമ്പൈലറും അടുത്തതെന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്യാനുള്ള ഒരു ഐഡിയയാണ്. അപ്പം ഈ സി റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MinGW എന്ന് പറഞ്ഞൊരു കമ്പൈലറാണ്. ഈ MinGW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിക് GNU കമ്പൈലർ ഫോർ വിൻഡോസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് സിയും C++ഉം നമുക്ക് ഇതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് വിൻഡോസിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പൈലറാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഒരു IDE എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ പറയുന്നുണ്ട്. അത് കണ്ടാലേ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് വരിക. അപ്പം IDE നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഡിസൈൻ ചെയ്ത VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞൊരു IDE നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊരു IDE മാത്രമല്ല, ഒരു കോഡ് എഡിറ്ററും കൂടെയാണ്. ഈ കോഡ് എഡിറ്ററിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് കോഡ് എഡിറ്ററിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല എന്ന് വെച്ചാൽ ഇതിനകത്ത് എററൊക്കെ തിരുത്താനുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് അതുപോലെ തന്നെ ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകതയായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം സിക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സി മാത്രമല്ല ഇതിനകത്ത് റൺ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, വേറെയും കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇതിനകത്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുകയാണ് നമ്മളുടെ PC സ്പെക്ക് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും എൻ്റെ PC പ്രോഗ്രാമിങ്ങിന് പറ്റിയതാണോ എന്ന്. അപ്പം ആ ഡൗട്ട് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വരൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ PC വരിക. PC വന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ, സ്റ്റാർട്ട് ബട്ടണിൻ്റെ അടുത്ത് തന്നെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാവും, അവിടെ ചെല്ലുക. എന്നിട്ട് കൺട്രോൾ പാനൽ എന്നടിക്കുക. കൺട്രോൾ പാനലിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ പാനലിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോവുക. അതിലോട്ട് പോയതിന് ശേഷം ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയും. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, സിസ്റ്റം എന്ന് പറയുന്നത്. അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡിവൈസിൻ്റെ മൊത്തം സ്പെസിഫിക്കേഷൻസും, നിങ്ങളുടെ ഡിവൈസിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മൊത്തം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം എൻ്റെ ഡിവൈസിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ Intel Core i3 ആണ്. അപ്പം ഞാൻ ബിൽഡ് ചെയ്ത PC ആണ്. എനിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ മീഡിയം സ്പെക്കിൽ ഞാൻ ബിൽഡ് ചെയ്ത PC ആണ്, അധികം ഇതൊന്നുമില്ല. അപ്പം ഇവിടെ എൻ്റെ എന്ന് പറഞ്ഞാൽ Intel i3 ആണ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ Windows 7 ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം i5 ആണ് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ മിനിമം ആയിട്ടുള്ള i3 ഉള്ളൂ. നിങ്ങളുടെ മിനിമം സ്പെക്ക് ആണെങ്കിൽ i3 പ്രിഫറബിൾ ആണ്. ഇപ്പോൾ എൻ്റെ Windows 10 ആയതുകൊണ്ടാണ് എൻ്റെ i3 ഇത്രയെങ്കിലും ഒരു പെർഫോമൻസ് എനിക്ക് കിട്ടുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിൻഡോസിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8GB റാമാണ്. 8GB റാം ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ Windows 7 ആണെങ്കിൽ 8GB റാം, അല്ലെങ്കിൽ Windows 10 ആണെങ്കിൽ 6GB റാം മതി. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ടൈപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് 64 ബിറ്റ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ Windows 7 64 ബിറ്റ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ Windows 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 32 ബിറ്റ് ഏറ്റവും നല്ല സാധനമാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിഗിനർ ലെവൽ പ്രോഗ്രാമറിന് ഏറ്റവും നല്ല സ്പെസിഫിക്കേഷൻസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഒരു സ്പെസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രൊഫഷണൽ പ്രോഗ്രാമർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 16GB റാം, അതുപോലെ തന്നെ നല്ല ഗ്രാഫിക്സ് കാർഡ് മീൻസ് നിങ്ങളൊരു വെബ് ഡിസൈനർ ആവുകയാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളൊരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ 16GB റാം അങ്ങനെയൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനർ ലെവൽ പ്രോഗ്രാമറിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ സി റൺ ചെയ്യാനുള്ള കമ്പൈലർ MinGW എന്ന് പറഞ്ഞ കമ്പൈലർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ബ്രൗസർ എടുക്കുക. നിങ്ങളുടെ ബ്രൗസറിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ ബ്രൗസറിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ MinGW എന്ന് പറഞ്ഞ് അടിക്കുക. MinGW C കമ്പൈലർ എന്നടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടാവും, സോഴ്സ് ഫോജിൻ്റെ. അതാണ് കുറച്ചും കൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനം. അതിൽ കയറുക.
അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ പ്രസ് ചെയ്യുക. അപ്പം ഇത് 3, 2, 1, 0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ അവിടെ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ കൊടുക്കുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റൺ ബട്ടൺ കാണാൻ പറ്റും, റൺ കൊടുക്കുക. ആ റൺ കൊടുത്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MinGW ഇൻസ്റ്റാളർ, ഈ MinGW എന്ന് പറഞ്ഞാൽ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംഭവം എവിടെയാണ് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സി ഡയറക്ടറി, നമ്മളുടെ ലോക്കൽ ഡിസ്ക് സിയിലാണ് ഡീഫോൾട്ടായിട്ട് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നത്. ഞാൻ അതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ഥലം മാറ്റാം. ഓക്കെ, അപ്പം അത് കുറച്ച് വലിയ ഫയലാണ്. അപ്പം ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഏറ്റവും സ്ട്രോങ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡായിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇനി നിങ്ങൾക്കൊരു ഇൻസ്റ്റാളേഷൻ മാനേജർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരാം. അപ്പം ഇൻസ്റ്റാളേഷൻ മാനേജറിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാളേഷൻ മാനേജർ കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ MinGW ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിൽ നിങ്ങളുടെ ഈ സംഭവം ഫുള്ളി ഇൻസ്റ്റാൾഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിനുശേഷം ഇൻസ്റ്റാളേഷൻ മാനേജർ എന്ന പോപ്പപ്പിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ MinGW എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പാക്കേജിനകത്തുള്ള കുറച്ച് സബ് പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത് ഇൻസ്റ്റാളേഷൻ മാനേജറിനകത്ത്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അത് കണക്ക് ചെയ്യുക. അപ്പോൾ MinGW ഡെവലപ്പർ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അതിനുശേഷം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MinGW 32 ബേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ നമ്പർ കുറച്ച് അതായത് സിയും C++ഉം നമുക്ക് ഇതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോർട്ടാൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്. ഫോർട്ടാൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഫോർട്ടാനും അഡ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്, അതും ഇതിനകത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജുകളുടെ സംഭവം മാത്രം ഇപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം അടയും ഫോർട്ടാനും നിങ്ങൾ ഒഴിവാക്കാൻ ശേഷം MinGW 32 GCC G++ എന്ന് പറഞ്ഞ സംഭവം മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മളെ C++ൻ്റെ കമ്പൈലറാണ്. അതിനുശേഷം MinGW 32 GCC അടുത്ത C കമ്പൈലർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ മെയിൻ ആയിട്ട് വേണ്ട നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പം അതും കൂടെ മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇവിടെ സൈഡിൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞൊരു ബാർ കാണാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, അപ്ലൈ ചേഞ്ചസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പോപ്പപ്പ് വരും, അതിൽ അപ്ലൈ കൊടുക്കുക. അപ്പം ഇതും കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, മൊത്തം ഡൗൺലോഡ് ആയതിനു ശേഷം അവിടെ ഒരു ക്ലോസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്ലോസ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇങ്ങനത്തെ വിൻഡോ നമ്മൾ നേരത്തെ ചെയ്ത വിൻഡോ തന്നെ. ഇത് മൊത്തത്തിൽ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ച കളറിലെല്ലാം ഈ ഒരു ടിക്കിൻ്റെ വരുന്ന സ്ഥലത്തെല്ലാം പച്ച കളർ വന്നിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ കുറച്ചും കൂടെ നമുക്കത് വിശ്വാസം വരണം, ഈ സംഭവം മൊത്തത്തിൽ നമ്മളുടെ ഡൗൺലോഡ് ആയിട്ടുണ്ടോ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് നിങ്ങൾ നേരത്തെ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്, എവിടെയാണ് ഫയൽസ് എല്ലാം നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തല്ലോ ആ ലൊക്കേഷനിലോട്ട് പോവുക. ഞാൻ ഇപ്പോൾ ലോക്കൽ ഡിസ്ക് സിയിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം സേവ് ചെയ്തിരുന്നത്. അപ്പോൾ MinGW നമ്മളിവിടെ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, MinGWയിൽ കയറുക. ആ MinGWയിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിൽ കയറുക. ബിന്നെന്ന് പറഞ്ഞ ഫോൾഡർ ഇതിനകത്തുണ്ടാവും, അതിൽ കയറുക. അതിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്ന പാത്തില്ലേ, ഇതാ ഇവിടെ PC ലോക്കൽ ഡിസ്ക് സി MinGW ബിന്ന്, ആ ഒരു പാത്ത് മൊത്തത്തിൽ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. അത് മൊത്തം കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ പഴയ നമ്മളുടെ ഡെസ്ക്ടോപ്പിലോട്ട് വരിക. അവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ട് മെനുയുടെ അപ്പുറത്തുള്ള സെർച്ച് ബാർ ഞാൻ പറഞ്ഞില്ലേ, ആ സെർച്ച് ബാർ വന്നതിന് ശേഷം എഡിറ്റ് എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. അതിലോട്ട് വരിക. എഡിറ്റ് എൻവിറോൺമെൻറ്റ് വേരിയബിൾസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 വിൻഡോസ് കാണാൻ പറ്റും. 2 വിൻഡോസ് വരണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 2 യൂസേഴ്സാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ആദ്യത്തെ രജിസ്റ്റേർഡ് യൂസർ ഉണ്ട്, അതാണ് യൂസർ വേരിയബിൾ ഫോർ യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ സിസ്റ്റം വേരിയബിൾസ്, അതായത് ഇനി
ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരാൾ യൂസറായിട്ട് ഇനി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള. അപ്പം ഇതിനകത്ത് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് 2 പാത്ത് ഉണ്ട്, എല്ലാത്തിലും ഒരേ ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2ലും പാത്ത് ഉണ്ട്, 2ലും പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാത്തിനകത്താണ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഞാനിപ്പോൾ യൂസറിനകത്താണ് ഞാൻ എൻ്റെ സംഭവം പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്ത് മൊത്തത്തിൽ ഗ്ലോബലി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പാത്ത് സെലക്ട് ചെയ്യുന്നു, പാത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു എംറ്റി ആയിട്ടുള്ള സെല്ലുണ്ടാവും. ആ എംറ്റി ആയിട്ടുള്ള സെല്ലിൽ നിങ്ങളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കഴ്സർ ഒക്കെ ആയിട്ട് വരും. അവിടെ നിങ്ങളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പൊസിഷൻ, അതായത് ഇത് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പൈലർ നമ്മളെ സിസ്റ്റത്തിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ സിസ്റ്റം എൻവിറോൺമെൻറ്റ് വേരിയബിൾസിനകത്ത് അറിയിക്കുകയാണ്. അപ്പം ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാർഡ്വെയർ ആയിട്ടുള്ള, അതായത് കമ്പൈലറും ഹാർഡ്വെയറും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടണിൽ നമുക്ക് ഒന്നുകൂടെ കൺഫർമേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CMD എന്നടിക്കുക. സ്റ്റാർട്ട് ബട്ടണിൽ CMD എന്നടിച്ചതിന് ശേഷം കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് G++ എന്നടിക്കുക. G++, എന്നിട്ടൊരു സ്പേസ് വിട്ടിട്ട് --- എന്നടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു G++ MinGW എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഷൻ മൊത്തത്തിൽ അങ്ങനെ കാണാൻ പറ്റും, കോപ്പിറൈറ്റ് അങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സക്സസ്ഫുൾ ഗായ്സ്. നമ്മളങ്ങനെ നമ്മളെ C കമ്പൈലർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഗായ്സ്. നമ്മളുടെ ID നമ്മളുടെ VS കോഡ് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രൗസർ എടുക്കുക. ഞാൻ അപ്പോൾ ഗൂഗിൾ ക്രോം ആണ് എടുക്കുന്നത്. ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം നിങ്ങൾ VS കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, VS കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. VS കോഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു സൈറ്റ് വരും, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഫസ്റ്റ് ഒരു സൈറ്റ് വരും. അതാണ് ഏറ്റവും നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റ്. അപ്പോൾ അതിനകത്ത് കയറുക. അതിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. ഡൗൺലോഡ് ഫോർ വിൻഡോസ്, അതിനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വിൻഡോസാണ്. അപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ വിൻഡോസാണ്. അപ്പോൾ വിൻഡോസിൻ്റെ x64 എന്ന് പറഞ്ഞ ഇൻസ്റ്റാളറാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ വരുന്നതായിട്ട് കാണാൻ പറ്റും, നമ്മളുടെ ഇൻസ്റ്റാളേഷൻ ടാബ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ നെറ്റ്വർക്ക് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യുക. നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഡൗൺലോഡിങ് സ്പീഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആകുമ്പോൾ താഴെ നമ്മളുടെ ഫുൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കും. അതിൽ ഞെക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്ന കണക്ക് തന്നെ ആ ഒരു പോപ്പപ്പ് വരും, റണ്ണെന്നും പറഞ്ഞുകൊണ്ട് ആ റണ്ണ് കൊടുക്കുക. ആ റണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ എഗ്രിമെൻ്റൊക്കെ വരും. ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്മളുടെ മാർക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ആഡ് ഓപ്പൺ വിത്ത് VS കോഡ് ആക്ഷൻ ടു ദ വിൻഡോസ് എക്സ്പ്ലോറർ ഫയൽ, അങ്ങനെ ആ സംഭവം വരും. അതുപോലെ തന്നെ ആക്ഷൻ ടു ദ വിൻഡോസ് എക്സ്പ്ലോറർ ഡയറക്ടറി. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് അയക്കണം, അതാണ് ഞെക്കാനുള്ളത്. ഓക്കെ, അത് ഞെക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ, അങ്ങനെ ഇൻസ്റ്റാളിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഗൈസ് ഫൈനലി അവർ VS കോഡ് ഈസ് ഹിയർ. അപ്പോൾ നമ്മൾ ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാധനം മൊത്തം സെറ്റപ്പായി വരുന്നതായിരിക്കും. ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ VS കോഡ് നമ്മളവിടെ ഇൻസ്റ്റാൾ ആയിട്ട് നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്, ഐക്കണൊക്കെ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കണം, നമ്മൾ C പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഒരു ഫോൾഡർ നമ്മളുടെ നൈസായിട്ട് അങ്ങോട്ട് തുടങ്ങി നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ C പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തായിരിക്കും, ആ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ C പ്രോഗ്രാമിംഗ് എന്ന് ടൈപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എനിവേ ഞാനത് C പ്രോഗ്രാമിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ VS കോഡിലോട്ട് വരിക, വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത്. അത് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ന്യൂ ഫയൽ, ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓപ്പൺ ഫോൾഡർ കൊടുത്തതിന് ശേഷം C പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. അത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അതിപ്പോൾ നമ്മളവിടെ വന്നിട്ടുണ്ട്.
അത് വന്നതിന് ശേഷം ഇവിടെ നമ്മളുടെ ഒരു ന്യൂ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ന്യൂ ഫയലിൽ ഞെക്കുക. ആ ന്യൂ ഫയൽ ഞെക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇനി ഇതിനകത്തായിരിക്കും നമ്മൾ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോജക്ട്സ് ഒക്കെ ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഫയൽ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോജക്റ്റാണിത്, അതായത് നമ്മളുടെ ഫസ്റ്റ് പ്രോഗ്രാം. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ .c എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുക. ഓക്കെ, .c എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ C പ്രോഗ്രാമിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഫയൽ ഫോർമാറ്റാണ് .c എന്ന് പറഞ്ഞാൽ ഫയൽ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മളുടെ ഈ ഫയൽ സേവ് ചെയ്താൽ മാത്രം പോരാ, നമ്മളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. C റൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു കോഡ് റണ്ണർ എന്ന് പറഞ്ഞൊരു റണ്ണറുണ്ട്. അതായത് നമ്മൾ പ്രോഗ്രാം അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യണില്ലേ, കമ്പ്യൂട്ടറോട്ട് എക്സിക്യൂട്ട് ചെയ്യണ റണ്ണിങ്. ആ റണ്ണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം, ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വിഷ്വൽ കോഡിനകത്തുള്ള സ്റ്റുഡിയോ കോഡിനകത്തുള്ള എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. എന്നിട്ട് കോഡ് റണ്ണർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് കോഡ് റണ്ണർ എന്ന് ടൈപ്പ് ചെയ്യും. അപ്പം ഒരു ഫസ്റ്റ് ഒരു സാധനം വരും, അതാണ് സംഭവം. ആ .റണ്ണർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇമേജൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഓപ്ഷനിൽ കാര്യത്തിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മളുടെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ലാംഗ്വേജസ് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ. അപ്പം ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും. ഇതൊന്നുമില്ല, ഇതിൽ വേറെ നിങ്ങളൊന്നും ചെയ്യാനില്ല, ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അടുത്തൊരു എക്സ്റ്റൻഷനും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതാണ് നമ്മളെ മെയിൻ സാധനം. C-യും C++ഉം നമുക്ക് ഇതിനകത്ത് റൺ ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ C or C++ എന്ന് പറഞ്ഞ് അടിച്ചാൽ C or C++ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം വരും. അപ്പം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളുടെ VS കോഡ് നമ്മൾ C പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ഫസ്റ്റ് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യണം Cക്കകത്ത്, ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇൻസ്റ്റാളേഷനും ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. സ്പെക്ക് പരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ അറിയിച്ചാൽ മതി. നമ്മൾ ഇത് അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്തൊരു സോറി ചോദിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ട്യൂട്ടോറിയൽ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നതും വിൻഡോസിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും, ചിലപ്പം മാക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, അവർക്കൊക്കെ ചിലപ്പം പാടായിരിക്കും നമ്മൾ ട്യൂട്ടോറിയൽ ഫ്രണ്ടോട്ട് കൊണ്ടുപോകാൻ. അപ്പം നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്യുക, വേറൊന്നുമില്ല, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറ്റിയ കുറച്ച് ടെക്സ്റ്റ് എഡിറ്റേഴ്സും IDEs ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീനി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്ലിപ്സ് യൂസ് ചെയ്യാം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ബാക്കി നിങ്ങളുടെ ട്യൂട്ടോറിയൽ ഇപ്പോൾ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇതിൽ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സീരീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മളുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം, എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതേപോലത്തെ നോളജൊക്കെ കിട്ടാൻ ഇനിയും താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോസ് മാക്സിമം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ മാക്സിമം ഫുൾ സപ്പോർട്ടോടെ നിന്നാലേ നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷ. ഇറ്റ്സ് മീ ജാസിൽ സൈനിങ് ഔട്ട്.